ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച് ആദ്യം രംഗത്തെത്തിയ രാഷ്ട്രമാണ് തുർക്കി. പാകിസ്ഥാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇന്ത്യയുടെ ആക്രമണമെന്നായിരുന്നു തുർക്കിയുടെ പ്രതികരണം. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വിളിച്ച് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയിൽ വ്യാപകമായി ഡ്രോൺ ആക്രമണം നടത്തിയത്. തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്ന വാർത്തകളും പിന്നീട് പുറത്തുവന്നു. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയെന്ന വാർത്തകൾക്ക് പിന്നാലെ തുർക്കിക്കെതിരെ വലിയ ബഹിഷ്കരണ ക്യാമ്പയിനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കി എയർപോർട്ട് ഗ്രൗണ്ട് സർവീസ് കമ്പനിയായ സെലബി ഏവിയേഷന്റെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യ തങ്ങളെ ബഹിഷ്കരിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്നാണ് തുർക്കിയുടെ വാദം. ഇന്ത്യ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അനൌദ്യോഗിക പ്രചാരണം ശക്തി പ്രാപിക്കുകയാണോ? പൂർണ്ണമായും തുർക്കിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണോ ഇന്ത്യ? പരിശോധിക്കാം. RDX ലാബ് 59 സെക്കൻഡ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് പിന്തുണ നൽകിയ തുർക്കിയോട് കടുത്ത പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരികയാണ്. വാണിജ്യ ബന്ധങ്ങൾ പരമാവധി വെട്ടിക്കുറക്കുന്നതിന്റെ ഭാഗമായി തുർക്കി ഉൽപ്പന്നങ്ങളായ ചോക്ലേറ്റുകൾ, കാപ്പി, ജാം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ ബഹിഷ്കരിക്കാനാണ് ആഹ്വാനം. ഇന്ത്യൻ റീറ്റെയിലർമാരോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യാത്രാ സേവനങ്ങളും ബഹിഷ്കരണത്തിന്റെ പരിധിയിൽ വരും. എല്ലായിടത്തു നിന്നും തുർക്കി ഉൽപ്പന്നങ്ങൾ പിൻവലിക്കണമെന്ന് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ നിർദ്ദേശം നൽകി. ഈ ബഹിഷ്കരണം എല്ലാ ശത്രുപരമായ ഭരണകൂടങ്ങൾക്കുമുള്ള ഒരു സന്ദേശമാണെന്ന് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് ധൈര്യശീൽ പാട്ടീൽ പറഞ്ഞു. ഇന്ത്യ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗിക പ്രചാരണം ശക്തി പ്രാപിക്കുകയാണ്. ബഹിഷ്കരണം ശക്തമായാൽ ഏകദേശം 2000 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി തുർക്കിക്കുണ്ടാവുക. RDX റാപ്പ് ന്യൂസ് മലയാളം. വാണിജ്യ ബന്ധങ്ങൾ പരമാവധി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള ബഹിഷ്കരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തുർക്കി ഉൽപ്പന്നങ്ങൾ പിൻവലിക്കണമെന്ന് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2023-24 തുർക്കിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $3.78 ബില്യൺ വസ്ത്ര ഇറക്കുമതി മാത്രം $81 ദശലക്ഷം എന്നാണ് കണക്കുകൾ. തുർക്കി ആപ്പിൾ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ഏകദേശം $60 ദശലക്ഷം തുർക്കി ആപ്പിൾ ഇറക്കുമതിയാണ് നടന്നത്. പരുത്തി വ്യാപാരികൾ തുർക്കിയുമായുള്ള വ്യാപാരം നിർത്തിവെച്ചതായി കോട്ടൺ അസോസിയേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുർക്കി ഏവിയേഷൻ സർവീസ് കമ്പനിയായ സെലബിയുടെ സുരക്ഷാ അനുമതി ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. തുർക്കിയിലേക്ക് യാത്രക്കാരായ ഇന്ത്യക്കാരുടെ ബുക്കിംഗിൽ 60% കുറവുണ്ടായി എന്നാണ് കണക്കുകൾ. റദ്ദാക്കലുകൾ ദശലക്ഷക്കണക്കിന് വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. ഫ്ലിപ്കാർട്ടിലും അജിയോയിലും തുർക്കി വസ്ത്രങ്ങൾ വിൽക്കുന്നത് നിർത്തിയതായാണ് റിപ്പോർട്ട്. ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗുകളും നിർത്തിവെച്ചതായി ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമായ ഈസ് മൈ ട്രിപ്പ് പറയുന്നു. തുർക്കി ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റുകളും ബേക്കറി യന്ത്രങ്ങളും ബഹിഷ്കരിച്ച് ബേക്കേഴ്സ് ഫെഡറേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. തുർക്കി സർവകലാശാലകളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഇന്ത്യൻ സർവകലാശാലകളും രംഗത്തെത്തിയിട്ടുണ്ട്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സെലബി സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതിയെ സെലബി സമീപിച്ചിട്ടുള്ളത്. ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥമാണ് തീരുമാനമെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കും സാമ്പത്തിക നഷ്ടമുണ്ട്. 2024-25 വർഷത്തിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 44,393 കോടി രൂപയുടേതാണ്. പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് മിനറൽ ഓയിലുകൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, കോട്ടൺ എന്നിവയാണ്. ഈ ഒരു ബഹിഷ്കരണമോ ഉപരോധമോ ഒന്നും ബാധിക്കില്ല എന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബഹിഷ്കരണം തങ്ങളെ ബാധിക്കില്ല എന്നാണ് തുർക്കിയുടെ വാദം. ഇന്ത്യയില്ലെങ്കിൽ മറ്റ് ബദൽ വിപണികൾ കണ്ടെത്തും എന്നും തുർക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. സനീഷ്, അതിലൊരു കാര്യമുണ്ട്. ഈ തുർക്കി പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കാം. കാരണം വ്യാപാര സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ തുർക്കിയിലേക്ക് കയറ്റി അയക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നഷ്ടം സഹിച്ചാണെങ്കിൽ കൂടി രാജ്യം അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയൊരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായി. അതിനെതിരെയുള്ള ഒരു തിരിച്ചടിയായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം പാകിസ്ഥാൻ അനുകൂലമായി രംഗത്ത് വന്ന രാജ്യമാണ് തുർക്കി. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് ഒരു നഷ്ടം സഹിച്ചാണെങ്കിൽ കൂടി ഒരു സഹകരണം വേണ്ടതില്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് ഇന്ത്യ എത്തുന്നതിൽ തെറ്റു പറയാനാവുമോ?
ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റ് പറയാനാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റെന്തെങ്കിലും ഒരു നയതന്ത്ര പ്രശ്നമോ എന്തെങ്കിലും ഒരു സംഭവമായിരുന്നില്ലല്ലോ പെഹൽഗാമിലെ ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണം. 26 സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഈ തീവ്രവാദികൾ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് വന്നിട്ട് വെടിവെച്ച് കൊന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ തുർക്കി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്ന തോന്നലാണ് നമുക്ക് വരുന്നത്. അങ്ങനെ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ വിശകലന വിദഗ്ധരുണ്ട് ഇപ്പോൾ. പക്ഷേ തുർക്കി എല്ലാ കാലത്തും പാകിസ്ഥാന് ഇത്തരം സപ്പോർട്ട് കൊടുത്തിട്ടുള്ള രാജ്യമാണ്. തുർക്കിയുടെ സവിശേഷത, തുർക്കി നമ്മുടെ രാജ്യം പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു രാജ്യമാണ്. അതിന് വലിയ ചരിത്രമുണ്ട്. ബഹുസ്വരതയാർന്നൊരു സമൂഹമാണ്. എന്നാൽ അവിടെ ഇപ്പോൾ മത അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭരിക്കുന്നതാണ്. ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലെ രാജ്യമായതുകൊണ്ട് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രണ്ടിൻ്റെയും സവിശേഷതകളുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണകർത്താവ് അത്തരം രാജ്യങ്ങളിലെല്ലാം ഉള്ളതുപോലെ ഞങ്ങളെന്തോ ഒരു വിശ്വ ലീഡറാണ് എന്ന് വിചാരിക്കുന്ന എർദോഗനാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എർദോഗൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് അവർ ആലോചിച്ചില്ല. മറ്റേതെങ്കിലും ഒരു നയതന്ത്ര പ്രശ്നം പോലെയല്ല തങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നവർ ആലോചിക്കേണ്ടതായത് ഉണ്ടായില്ല. അതുകൊണ്ട് തുർക്കിക്കെതിരായിട്ടുള്ള ഈ ഉപരോധം ഈ നിലക്ക് പോകുന്നതിൽ എന്തെങ്കിലും കുറ്റം പറയാനാവുകയില്ല എന്ന് മാത്രമല്ല, നമുക്ക് വല്ല നഷ്ടവും സാമ്പത്തികമായിട്ട് വന്നാൽ തന്നെയും തുർക്കി ആ നിലക്ക് ഇങ്ങനെയൊരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവർക്ക് നല്ല തുർക്കിയിലേക്കുള്ള യാത്രയുടെ 60% കുറവുണ്ടായിട്ടാണ് പറയുന്നത്. പിന്നെ 2,74,000 ടൂറിസ്റ്റുകൾ, ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടേക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷം പോയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വല്ലാതെ താഴേക്ക് പോയിട്ടുണ്ട്. 250% ക്യാൻസലേഷൻ ഉണ്ടായിട്ടുണ്ട്. തുർക്കിക്ക് മാത്രമല്ല അസർബൈജാന് നേരെയും ടൂറിസ്റ്റുകൾ നമ്മുടെ നന്നായിട്ട് പോകുന്നൊരു സ്ഥലമായിരുന്നു അവിടെ. അവരും ഈ നിലപാടെടുത്തുകൊണ്ട് അവർക്കെതിരെയും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അവർ നേരിടുകയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ എർദോഗൻ 2017 ഇന്ത്യയിലേക്ക് വന്നിരുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള സംവിധാനങ്ങൾക്കടക്കം ഒന്നിച്ചു നിൽക്കാം എന്ന വർത്തമാനമൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും ആ രാജ്യവും അതിൻ്റെ ഭരണകൂടവും ഈ നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട അവരുടെ എപ്പോഴത്തെ നിലപാട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ളതാണ്. അതായത് പാകിസ്ഥാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യൂ എന്ന് നിലപാടെടുക്കുന്ന സംഘമാണ് തുർക്കി. പക്ഷെ അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന ആ നിലപാട് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വെച്ച് ചേർത്ത് നോക്കൂ. ഇപ്പോൾ സമീപകാലത്തിലെ തുർക്കിയിൽ PKK ആയുധം വെച്ച് കീഴടങ്ങിയത് കുർദിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ കുർദ് വംശജർ സ്വന്തമായിട്ടുള്ള രാഷ്ട്രം വേണം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന സമരമല്ലേ അത്? ആ പാർട്ടി ഇപ്പോൾ അവർ ആയുധമൊക്കെ താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് വഴങ്ങിക്കൊള്ളാം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അവർ ജമ്മു കാശ്മീരിലെ പോലെയല്ല, അത് വളരെ ജെന്യൂനായിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം കുർദ് വംശജർ ആ 3-4 രാജ്യങ്ങൾക്കകത്ത് ഇങ്ങനെ ചുറ്റുപാടുമായിട്ട് കിടക്കുകയാണ്. തുർക്കിക്കകത്ത് അവർക്കത് അവകാശം ഉന്നയിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും അവർ ആ ഫോഴ്സ് താഴേക്ക് കീഴടങ്ങിയിരിക്കുന്നു. പക്ഷേ തുർക്കിക്കകത്ത് മറ്റൊരു രാജ്യത്തിന്, മറ്റൊരു വംശജർക്ക് പ്രത്യേകമായ രാജ്യം വേണം എന്ന ആവശ്യത്തോട് തുർക്കി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തുർക്കി അതിന് അനുവദിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് എന്താണ് അവകാശമുള്ളത്? അതുപോട്ടെ, അത് പിന്നെ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പെഹൽഗാം ആക്രമണം എന്നത് ലോകരാഷ്ട്രങ്ങൾ തന്നെയും ഞെട്ടിപ്പോയ സംഭവം. ഒരു പ്രശ്നവുമില്ലാത്തിടത്ത് ഈ പാകിസ്ഥാൻ ബാക്ക് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പറയുന്ന തീവ്രവാദികൾ, പാകിസ്ഥാൻ ഭരണകൂടം ബാക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ തീവ്രവാദികൾ വന്നിട്ട് വെടിവെച്ച് സാധാരണക്കാരെ കൊന്ന സംഭവമാണ്. ഉടനടി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കായിരുന്നു തുർക്കി പിന്തുണ പ്രഖ്യാപിക്കേണ്ടിരുന്നത്. അവരോട് ഈ നിലക്കുള്ള ബിസിനസ് സംഗതികളുണ്ട്. എർദോഗൻ ഇവിടെ വന്നതാണ്, മറ്റ് പലതരത്തിലുള്ള ടൈസുള്ള അവരത് ചെയ്തില്ല എന്നതുകൊണ്ട് അവർ ഈ ഉപരോധം അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാര്യത്തിൽ സനീഷ് പറഞ്ഞ കുർദിസ്ഥാൻ്റെ കാര്യം, ഈ കുർദിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ആളുകളുമായി എർദോഗൻ എങ്ങനെയാണ് ഇടപെട്ടത്, അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കാര്യമാണ്. ഈ ഇരട്ടത്താപ്പ് എല്ലാ കാര്യത്തിലും ഈ എർദോഗൻ ഉണ്ട് കേട്ടോ. എർദോഗൻ്റെ കടുത്ത ആരാധകർ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്തായാലും ഈ എർദോഗൻ ഈ ഇരട്ടത്താപ്പിൻ്റെ ആശാനാണ്. ഈ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഈ സമീപനം സ്വീകരിക്കും, കുർദുകളെ ആക്രമിക്കുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. കുർദുകളെ മാത്രമാണ്, അവിടെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്ന സകല ആളുകളെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതവാദി തന്നെയാണ്, ഈ പറയുന്ന തീവ്ര മതവാദി തന്നെയാണ് എർദോഗൻ എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ പലസ്തീൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പലസ്തീൻ ചർച്ച ചെയ്തതേ ഉള്ളൂ. പലസ്തീൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കും, എന്നിട്ട് ഇസ്രായേലുമായി കച്ചവടം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു ബുദ്ധിമുട്ടും അയാൾക്കില്ല. അതുമാത്രമല്ല, ഈ നാറ്റോയുടെ അംഗമാണ് എന്ന് പറയും, റഷ്യയുടെ മിസൈൽ മേടിക്കാൻ അപ്പുറത്ത് പോകും, ഉക്രൈന് പിന്തുണ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് S-400 മേടിക്കാൻ വേണ്ടിയിട്ട് റഷ്യയിൽ പോകും. ഇങ്ങനത്തെ ഒരു എന്താണ് ഇരട്ടത്താപ്പുകളുടെ രാജാവാണ് എർദോഗൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്ര സമ്പന്നമായ രാജ്യമൊന്നുമല്ല തുർക്കി. ആഭ്യന്തര സംഘർഷങ്ങൾക്കൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളും തുർക്കി അലട്ടുന്നുണ്ട്. സർക്കാർ ബോണ്ടുകളെ ആശ്രയിച്ചുള്ള തുർക്കിയുടെ സാമ്പത്തിക മാതൃക ദിനംപ്രതി തകർന്നുകൊണ്ടിരിക്കുകയുമാണ്. കുനിന്മേൽ കുരു പോലെയാകും ഇന്ത്യയുടെ ഷാഡോ ബോയ്ക്കോട്ടിംഗ്
എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. 2 വർഷം മുമ്പ് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞത് ഓർത്തുപോവുകയാണ്. ദക്ഷിണേഷ്യയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. സാമ്പത്തിക രംഗത്തുൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരിച്ച് മുന്നേറാനാകും. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ നീട്ടിയ സഹായത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെ ഇന്ത്യയെ നന്ദിയോടെ ഓർത്ത എർദോഗാനാണ് ഇന്ത്യയെ ആകാശത്തു നിന്ന് ആക്രമിക്കാൻ പാകിസ്ഥാൻ ആയുധം നൽകിയത്. ഇന്ത്യയോട് ഇടഞ്ഞു നിൽക്കുന്നിടത്തോളം ഭാവി നിക്ഷേപങ്ങളും തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഈ വിധം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ തുർക്കിയുടെ സാഹചര്യം കൂടുതൽ പരിതാപകരമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ നയം മാറ്റി നല്ലത് തിരഞ്ഞെടുക്കാൻ തുർക്കിക്ക് മേലുള്ള ഇന്ത്യയുടെ സമ്മർദ്ദ തന്ത്രവുമാകാം ഈ അദൃശ്യ ഉപരോധം. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയോട് സൗഹൃദം തുടരാൻ എർദോഗൻ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ കൈകൊടുക്കാൻ ഇന്ത്യക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനും ഇടയില്ല എന്ന് തന്നെ പറഞ്ഞു പോകണമല്ലോ.